എടാ നീ എവിടെയാ? എന്താ ഫോൺ എടുക്കാത്തെ? ഇതൊന്ന് കാണുമ്പോൾ വിളിക്കുവോ? എന്നാട്ടായി? അവൻ്റെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കിടന്നിട്ട് ഉറങ്ങാൻ പറ്റണില്ല. നമ്മുടെ കൊച്ചല്ലായിരുന്നോ? അറിഞ്ഞോണ്ടല്ലോ ചേട്ടായി, ഒരു കൈബദ്ധം പറ്റിപ്പോയതല്ലേ. നെഞ്ചിനകത്ത് ഇങ്ങനെ ഒരു കല്ല് കയറ്റി വെച്ചിരിക്കുന്ന പോലെ. ഇതും ചുവന്നുകൊണ്ട് ഇനി നടക്കാൻ എനിക്ക് വയ്യടാ. ചേട്ടായി, ഇതിന് തെളിവുകളൊന്നുമില്ല, സാക്ഷികളുമില്ല, മോട്ടീവുമില്ല. ഞാനൊരു പോലീസുകാരനല്ലേ, ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ചേട്ടായി ടെൻഷൻ അടിക്കല്ലേ. ഇവരിലൂടെ പോയി അതെല്ലാം പറ്റായ ഈ പ്രാവശ്യം വിളവ് ഭയങ്കര മോശമാണ്. വളമിട്ട കാശ് പോലും കിട്ടി. ഇതൊക്കെ നീ എന്തിനാണ് എന്നോട് പറയുന്നത്? അല്ല ഇപ്പൊ പാട്ടപ്പൈസ. അത് ശരിയാ. എടാ കറിയാപ്പേ, ഇവനെത്രയാ ബാക്കി തരാനുള്ളത്? ഒന്നുണ്ട്. അപ്പൊ ബാക്കി തരാനുള്ള വിളച്ചില്ല നിന്റെ അല്ലേ? അതല്ല. എന്താണ് ഈ പറമ്പൊക്കെ നീ ഇങ്ങനെ കാട് പിടിപ്പിച്ചിട്ടിരിക്കുന്നത്? വെള്ളത്തിലൊക്കെ കൈ വെച്ചിട്ടാ മതി കേട്ടോ. തരാനുള്ള പൈസ എണ്ണി കറിയാപ്പി ഏൽപ്പിച്ചേക്കണം. അത് ഞാൻ ഉറപ്പായിട്ടും കൊടുക്കും. എന്നാ നിനക്ക് കൊള്ളാം. അല്ല കറിയാപ്പി, നമ്മുടെ റോയെ കണ്ടിട്ട് കുറെ ദിവസമായല്ലോ. അറിയത്തില്ല, അങ്ങോട്ട് വന്നിട്ട് കുറെ. ഞാൻ അന്വേഷിച്ചു പറഞ്ഞേക്കണേ. അവനെന്തിടിയും മോളെ? അവ സ്കൂളിൽ പോയി കൊച്ചായി. കൊച്ചായി കഴിച്ചിട്ടില്ലേ പോവുള്ളൂ? നോക്കട്ടെ. ഈ റോയി എന്തിടാ? അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവനാണെ കുറച്ച് കാശ് ഒപ്പിച്ച് തരാമെന്നും പറഞ്ഞായിരുന്നു. അവൻ്റെ കാര്യം കൊച്ചായിക്ക് അറിയാവുന്നതല്ലേ. ഈ സർവേ എന്നൊക്കെ പറഞ്ഞ് കാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. അവിടെ റേഞ്ചും ഇല്ലല്ലോ. കൊച്ചായി ടെൻഷൻ അടിക്കണ്ട. അവൻ തരാമെന്ന് പറഞ്ഞ കാശ് ഞാനും ചേട്ടായോട് അങ്ങ് തന്നേക്കാം, പോരെ? സോണി ഞങ്ങളുടെയും കൂടെ പെങ്ങളല്ലേ. കൊച്ചായി ചായ കുടിക്കും. കറിയപ്പച്ചേട്ടൻ എന്തിയപ്പാ? അവിടെ എങ്ങാനും കാണും. ജോർജേ, റോയിയെ കണ്ടു കുറച്ച് ദിവസമായല്ലോടാ.
എവിടെയുണ്ടെന്ന് വല്ല വിവരമുണ്ടോ? അവൻ സർവേക്ക് വല്ലതും പോയതായിരിക്കും അപ്പം. ഞാനൊന്ന് നോക്കാം. ഇതെന്നാ ചേട്ടത്തിൻ്റെ ഫോട്ടോ ആദ്യമായിട്ടാണ് കാണുന്നേ? അവളെ പറിച്ചു വെച്ച പോലെയാ നമ്മുടെ റോയ്, ഇല്ലടാ? മനസ്സിനൊരു സുഖവും ഇല്ലടോ. അവൻ എന്നേലും അത്യാവശ്യമായിരിക്കും അന്ന് എന്നോട് കാശ് ചോദിച്ചത്. കൊടുക്കായിരുന്നു. ഓ, അവൻ ഇതെവിടെ പോവാനാ? അവൻ ഇങ്ങ് വരത്തില്ലേ? വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ. എന്തായാലും താൻ ഒന്നുകൂടെ നല്ലോണം ഒന്ന് തിരക്ക്.